ബ്രിട്ടീഷുകാർ കൂട്ടക്കൊല വന്ന സ്ഥലത്ത്. അതെ, ഞങ്ങൾ അമൃത്സറിലെത്തി. രാവിലെ കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് ഒലയിൽ ഞങ്ങൾ വീണ്ടും ടാക്സി ബുക്ക് ചെയ്ത് ഞങ്ങൾ ജാലിയൻവാല ബാഗിലോട്ട് പോവുകയാണ്. ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴി ഒരു ബാബ ദേവ് സിംഗിൻ്റെ ഗുരുദ്വാര കണ്ടു. നല്ല തിരക്കായിരുന്നു അവിടെ. ഇവിടെയും ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വരാം. എല്ലാവർക്കും എപ്പോഴും ഫുഡും ഫ്രീ ആണ്. ചില ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ഈ റോഡൊക്കെ ബ്ലോക്കായിരിക്കും അത്രേ. അപ്പോൾ ഇതിൽ വണ്ടികളൊന്നും കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗോൾഡൻ ടെമ്പിളിനേക്കാളും തിരക്കുണ്ടാവും അത്ര ചില ദിവസങ്ങളിൽ ഇവിടെ. അമൃത്സറിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടക്കണം, കുറച്ച് ദൂരമേ ഉള്ളൂ ജാലിയൻവാല ബാഗിലോട്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് രഞ്ജിത് സിംഗ്. ഇതൊരു പ്രോമിനൻറ്റ് ലാൻഡ്മാർക്ക് കൂടിയാണ് കേട്ടോ. നമ്മളിവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരു 10-30 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ജാലിയൻവാല ബാഗിലോട്ടെത്തും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സുവർണ ക്ഷേത്രവും. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വഴിയൊന്നും തെറ്റാനില്ല. ഇത് നോക്കിയിട്ട് നേരെ നടന്നാൽ മതി. ഇതിൻ്റെ 2 സൈഡും കുറച്ച് ഷോപ്പിംഗ് ഏരിയാസാണ്. പഞ്ചാബിലെ കാഴ്ചകളും ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ജാലിയൻവാല ബാഗ് മൈതാനത്തിലേക്കുള്ള വഴി കണ്ടു. പണ്ട് ഇത് എൻട്രൻസും എക്സിറ്റും ഒറ്റൊരു വഴിയേ ഉണ്ടായിരുന്നു. അധികം വീതിയൊന്നുമില്ല കേട്ടോ ഈ വഴിയിൽ. അങ്ങനെ ഞങ്ങൾ ഈ വഴിയിലൂടെ കയറി മൈതാനത്തെത്തി. രാവിലെ 6:30 മുതൽ വൈകിട്ട് 7:30 വരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. അതുപോലെ ഇവിടെ ടിക്കറ്റൊന്നും എടുക്കേണ്ടതില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിന്ന് കയറിക്കഴിഞ്ഞാൽ 3 ഗ്യാലറികളും അതുപോലെ ഒരു മെമ്മോറിയൽ വെല്ലും സ്റ്റാച്യു ഓഫ് ഉദ്ധം സിംഗും ഒരു മ്യൂസിയമുണ്ട്. 1919 ഏപ്രിൽ 13 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരുടെയും മുറിവേറ്റവരുടെയും സ്മരണക്കായാണ് ഇന്നിത് നിലകൊള്ളുന്നത്. അമൃത്സറിലെ സൈനിക കമാൻഡറായിരുന്ന ജനറൽ ഡയർ സേനയുമായി ഇരുത്തി ജനങ്ങൾക്ക് നേരെ വെടിയുയർത്തി, അതും ഒരു മുന്നറിയിപ്പുമില്ലാതെ. അതിൽ സ്ത്രീകളും കുട്ടികളും വെടിയേറ്റ് വീണു. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞു വീണത്. സിഖുകാരുടെ വിശുദ്ധ ദിനമായ ബൈസാഖി ദിനം കൂടിയായിരുന്നു അന്ന് ജാലിയൻവാല ബാഗിൽ 20,000 ആളുകൾ ഈ റോളക്ട് ആക്ടിനെതിരെ പ്രതിഷേധത്തിനായി ഒത്തുകൂടി. യാതൊരു ദയയും കൂടാതെ, ഒരു മുന്നറിയിപ്പില്ലാതെ അവർ വെടിയുയർത്തി എല്ലാവരെയും നേരെ. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇന്ന് ഈ സ്മാരകം. ഓടി രക്ഷപ്പെടാൻ കഴിയാതെ പലരും ഈ കിണറ്റിലോട്ട് എടുത്തു ചാടി. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു അവരതിലോട്ട് ചാടിയത്. 120ഓളം മൃതദേഹങ്ങൾ പിന്നെ ഈ കിണറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിന് വലിയ വിഷമം വരും. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നേരെ മുന്നിൽ 28 ബുള്ളറ്റ് മാർക്കിങ്സ്, ഇതുപോലെ തന്നെ വലതുഭാഗത്ത് 36 ബുള്ളറ്റ് മാർക്കിങ്സും നമുക്ക് മതിലിലോട്ട് കാണാം. നേരെ ബ്രിട്ടീഷ് സൈനികർ വെടിയുയർത്തിയപ്പോൾ ഓടാൻ ശ്രമിച്ച് ലാസ്റ്റ് ഈ മതിലിൽ വന്ന് നിന്നപ്പോൾ അവിടെ ഇട്ട് അവർ വെടി ഉയർത്തിയതാണത്രേ. അതിൻ്റെ ഓർമ്മയ്ക്കായി ഈ ബുള്ളറ്റ് മാർക്കിങ്സ് ഇന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയുള്ള ഗാലറിയിലും മ്യൂസിയത്തിലൊക്കെ ഒന്ന് കയറി. ഇനി നമ്മൾ എക്സിറ്റ് വഴി പുറത്തിറങ്ങുകയാണ്. ആ ഇറങ്ങുമ്പോൾ നേരെ മേലെ റൈറ്റ് സൈഡിലോട്ട് ബോർഡ് കാണാം, ഗോൾഡൻ ടെമ്പിളിലോട്ടും അതേപോലെ തന്നെ സിഖ് മ്യൂസിയത്തിലോട്ടുള്ള ആരോ മാർക്ക്. ഇവിടെയും പോകുന്ന വഴി ഫുൾ ഷോപ്പിംഗ് ഏരിയകളാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇനി ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആരും കാണാൻ മറക്കണ്ട.